വഴിയരികിലെ ചായക്കടയിൽ ചൂട് ചായയും കയ്യിൽ പിടിച്ച് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന തമിഴകത്തെ സൂപ്പർ താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, അജിത്. മാളിൽ സെൽഫി എടുക്കുന്ന ശിവകാർത്തികേയനും വിജയ് സേതുപതിയും. തട്ടടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സൂര്യയും ധനുഷും വിക്രമും സിംബുവും. ബീച്ചിൽ ഡാൻസ് കളിക്കുന്ന പ്രഭുദേവിയും വിശാലും വടിവേലും. കോളിവുഡിലെ സൂപ്പർ താരങ്ങളുടെ AI ജനറേറ്റഡ് ഇമേജസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ്. കഴിഞ്ഞ ദിവസമാണ് ഗൂഗിൾ തങ്ങളുടെ AI ഇമേജ് എഡിറ്റിംഗ് ടൂൾ നാനോ ബനാനയുടെ ഏറ്റവും പുതിയ പതിപ്പായ നാനോ ബനാന പ്രോ അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് സൂപ്പർ താരങ്ങളുടെ അടക്കം റിയലിസ്റ്റിക് ആയ AI ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പിടിച്ചടക്കിയത്. ഹുഹു ക്രിയേഷൻസ് 80 എന്ന ഇൻസ്റ്റഗ്രാം പേജാണ് കോളിവുഡ് താരങ്ങൾ ഒരുമിച്ച മനോഹര ഫ്രെയിം പുറത്തിറക്കിയത്. തമിഴകത്തിന്റെ ഓരം പറ്റി ഇങ്ങ് മോളിവുഡിലെ താരങ്ങളുടെ AI ജനറേറ്റഡ് ചിത്രങ്ങളും ട്രെൻഡിംഗ് ആണ്. താരങ്ങളുടേത് കൂടാതെ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റ് പല മേഖലകളിലെയും പ്രമുഖരുടെയും ചിത്രങ്ങൾ ഇതോടെ വൈറലായി. അതിനോടൊപ്പം തമിഴകത്തെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയുടെ ലൊക്കേഷൻ സ്റ്റിൽ എന്ന പേരിലും കുറച്ച് AI ഇമേജസ് അതിവേഗം ട്രെൻഡിംഗ് ആയി. ലോകേഷ് കനകരാജിന്റെ LCUവിന്റെ പാർട്ടായ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ. ഇതോടെ LCUവും ലോകേഷും വിക്രമും കൈദിയും ലിയോയും റോളക്സും എല്ലാം വീണ്ടും സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയമായി. എന്താകും LCUവിന്റെ ഭാവി എന്നത് വളരെ കാലമായുള്ള ചോദ്യമാണ്. കൂലി ഇറങ്ങിയപ്പോഴാണ് ആ ചർച്ച വീണ്ടും ഉയർന്നത്. കൂലി പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാതെ പോയതിനു പിന്നാലെ കൈദി 2വിന് ലോകേഷ് ഭീമമായ തുക ശമ്പളമായി ചോദിച്ചെന്ന വാർത്തകളും പരന്നു. ഇതോടെ നിർമ്മാതാവും ലോകേഷും തമ്മിൽ തർക്കമായെന്നും അതിനാൽ ഷൂട്ട് നീണ്ടുപോകുമെന്നും റിപ്പോർട്ടുകൾ എത്തി. അതേസമയത്താണ് രജനി കമൽ കോംബോ വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നത്. സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് ലോകേഷ് ആണെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ സുന്ദർ സി ആ സിനിമ സംവിധാനം ചെയ്യുമെന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നു. എന്നാൽ അദ്ദേഹം സിനിമയിൽ നിന്ന് പിന്മാറിയിരുന്നു. സിനിമാഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയ് ഇല്ലാത്തതിനാൽ ലിയോ 2വിന്റെ അവസ്ഥ എന്താകുമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. കുറച്ച് നാളായില്ലാതിരുന്ന ഇത്തരം ചർച്ചകളാണ് ഒരു AI ചിത്രത്തിലൂടെ വീണ്ടും ഉയർന്നു വന്നത്. എന്തൊക്കെയായാലും തമിഴ് സിനിമയിലെ താരങ്ങളെ AI ഇമേജസിലൂടെയെങ്കിലും ഒന്നിച്ച് കണ്ടതിൽ പ്രേക്ഷകരാകെ സന്തോഷത്തിലാണ്. ഹുഹു ക്രിയേഷൻസ് പോസ്റ്റ് ചെയ്ത ചിത്രം ഇതിനോടകം 1 മില്യൺ മുകളിൽ ലൈക്ക് നേടിയിട്ടുണ്ട്. LCU ചിത്രങ്ങൾ ഭാവിയിൽ എത്തിയാൽ ഇവരിൽ പലരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാനാകും. കാത്തിരിക്കാം ആ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാകാൻ.